ഹേ ഗൈസ്, അപ്പം നമ്മുടെ ബാലയ്യ ഗാരുടെ അഖണ്ഡ 2 സിനിമ കണ്ടിരിക്കുകയാണ്. ഡിസംബർ 5-നായിരുന്നു ഇത് റിലീസ് ചെയ്യേണ്ടത്. പക്ഷേ അതെന്തോ പ്രശ്നങ്ങൾ കാരണം മാറ്റി വെച്ച് ഡിസംബർ 12-ലേക്ക്, അതായത് ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പം പടം നല്ലൊരു മലങ്കൾട്ട് രീതിയിൽ ആഘോഷിക്കാനും അല്ലെങ്കിൽ കാണാൻ പറ്റുന്നവരും ഈ സിനിമ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ബാലയ്യ ഗാരുടെ പടമാണ്. ചില സമയങ്ങളിലാണ് ദാക്കു മഹാരാജൊക്കെ പോലത്തെ ഒരു 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 സെറ്റപ്പ് പടങ്ങളൊക്കെ വരുള്ളൂ. ഇതും പക്ഷേ പുള്ളിയുടെ എല്ലാ പടങ്ങളും എൻജോയബിൾ ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് എൻജോയബിൾ ആണെന്ന് ഞാൻ പറയും. അതൊരു മലങ്കൾട്ട്, അതൊരു വേറെ യൂണിവേഴ്സാണ്. നമ്മുടെ ബാലയ്യ ഗാരു യൂണിവേഴ്സ് അതൊരു വേറൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു മൈൻഡിൽ ഇരുന്ന് പുള്ളിയുടെ പടം കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ പടം എൻജോയബിൾ ആയിരുന്നു. ഈ പടത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ തിയേറ്റർ ഒരു അമ്പലമായി. സെക്കൻഡ് ഹാഫിൽ ഒരുമാതിരി ഈ വിശ്വാസം കുത്തിക്കയറ്റി ലാസ്റ്റ് ആയപ്പം അന്ധവിശ്വാസം കണക്കായി. കാരണം ഇത് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും, ദൈവം ഇല്ല എന്ന് എല്ലാവരും പറയും. പിന്നെ ദൈവം ഉണ്ടെന്നും പറഞ്ഞ് പക്ക നമ്മൾ ഈ ദൈവവിശ്വാസികളെ സിനിമ കാണിക്കാൻ കയറ്റുക എന്ന് പറയില്ലേ, ആ ഒരു സംഭവത്തിലേക്ക് ആക്കി കളഞ്ഞു ഈ സിനിമ. അതാണ് എനിക്ക് ഈ പടത്തിൽ തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം. പിന്നെ നമ്മുടെ ബാലയ്യയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കണ്ടാണല്ലോ എന്തൊക്കെയാണ് അങ്ങേര് കാണിക്കണേന്ന്. എൻ്റെ മോന് പുള്ളിയുടെ മാസൊക്കെ ഒന്നും പറയാനില്ല, വേറെ മൂടായിരുന്നു. സംഭവങ്ങളൊക്കെ ഈ കാന്താരയിലൊക്കെ കാണിക്കുന്ന രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബാലയ്യയുടെ ഞാൻ പറയാലോ, ഈ മതവും ഈ സാധനമൊക്കെയാണ് ഇതിലെ മെയിനെങ്കിലും ആ സംഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് ബാലയുടെ കുറച്ച് ഡാൻസും ബാലയുടെ കുറേ മാസം എന്ന് പറഞ്ഞാൽ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ടോപ്പ് ഓഫ് ദി പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസിൻ്റെ കാര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പൂണ്ട് വിളയാടുമായിരുന്നു പുള്ളി അവിടെ കിടന്ന്. ഞാൻ വേറെ കാര്യങ്ങളൊക്കെ വിചാരിച്ചു, സംയുക്ത മേനോനായിട്ട് ഇനി പ്രണയരംഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പടത്തിൽ. പിന്നെ 2.25 മണിക്കൂറാണെങ്കിലും പടം നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ദൈവമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇതിൽ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ളൂ. അടുത്ത പക്ഷം ഈ പടം ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം. നമുക്ക് ബാലയ്യ ഗാരുടെ ആ പെർഫോമൻസും ആ കയ്യടിയും ജയ് ബാലയ്യ എന്നുള്ള സംഭവം അതൊക്കെ കേട്ടങ്ങോട്ടിരിക്കാം. പിന്നെ മലയാളം ഡബ് നല്ല അപരാധമായിരുന്നു, ചിരിച്ചിരിച്ച് ചാവും. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് കണ്ട് അർമാദിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ പടം. അപ്പോൾ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.